പരിശീലനത്തിനിടെ പരിക്കേറ്റ് പുറത്തായ നായകൻ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായി നിരവധി പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. എല്ലാ പേരുകളും കാറ്റിൽ പറത്തി ലിത്വാനിയൻ ഫോർവേഡ് ഫെഡോർ സെർണിച്ചിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ലൂണയുടെ പകരക്കാരനായി സ്വന്തമാക്കിയിരിക്കുന്നത്. 32-കാരനായ താരം ഈ സീസണിന്റെ അവസാനം വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണുകളിലും ഫെഡോർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുണ്ടായിരുന്നു. സൈപ്രസ് ക്ലബ്ബായ AEL ലിമസോളിൽ നിന്നാണ് ഫെഡോർ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൂടുമാറിയെത്തുന്നത്. വിവിധ ലീഗുകളിൽ തന്റെ കഴിവുകളും ഗോൾ സ്കോറിംഗ് മികവും പ്രകടിപ്പിച്ച ഫെഡോറിന്റെ സാന്നിധ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾക്ക് കരുത്ത് നൽകുമെന്നുറപ്പാണ്. വേഗത, ചടുലത, ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്നിവയാണ് ഫെഡോറിന്റെ സവിശേഷതകൾ. ഫെഡോറിന്റെ വൈവിധ്യം അദ്ദേഹത്തിന്റെ കരിയറിലെ മുഖമുദ്രയാണ്. ഫെഡോർ സെർണിച്ച് കൃത്യമായി അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും അനുഭവപരിചയവും നേതൃപരമായ കഴിവുകളും ചേർന്ന് അദ്ദേഹത്തെ ക്ലബിന് വളരെ വിലപ്പെട്ട ഒരു സമ്പത്താക്കി മാറ്റുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. ദിമിത്രിയോസ് ഡയമൻഡഗോസും പെപ്രയും മികച്ച ഫോമിൽ കളിക്കുന്നതിനാൽ പുതിയ താരത്തെ കോച്ച് ഇവാൻ മുക്കാമനോവിച്ച് എങ്ങനെ കളിപ്പിക്കും എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഫെഡോർ 11-ലെത്താനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതോടെ പുതിയ താരം ലൂണയുടെ യഥാർത്ഥ പകരക്കാരന്റെ റോളിലേക്ക് മാറുകയും ചെയ്യും. ദേശീയ ടീമിനായി കളിക്കുമ്പോൾ സ്കോട്ട്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഹംഗറി തുടങ്ങിയ മുൻനിര യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഫെഡോർ ഗോളുകൾ നേടിയിട്ടുണ്ട്. നിലവിൽ ലിത്വാനിയൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായ ഫെഡോർ സെർണിച്ച് യൂറോപ്യൻ ഫുട്ബോളിൽ 400-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ലിത്വാനിയയ്ക്ക് വേണ്ടി 89 തവണ കളിച്ചിട്ടുള്ള സെർണിച്ച് തന്റെ രാജ്യത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച 3ാമത്തെ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. ലിത്വാനിയയിൽ തന്റെ കരിയർ ആരംഭിച്ച താരം 2009-ൽ ബെലാറസ് ക്ലബിലേക്ക് മാറി. ബെലാറസിലെ 5 വർഷത്തിനു ശേഷം പോളണ്ടിലേക്ക് ചേക്കേറി. അവിടെ 1-ലധികം ക്ലബ്ബുകൾക്കായി കളിച്ചു. റഷ്യൻ ക്ലബ് ഡൈനാമോ മോസ്കോയ്ക്ക് വേണ്ടി 42 മത്സരങ്ങളിലും താരം കളിച്ചു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.